നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഓരോ മലയാളിയുടെയും നെഞ്ചു പിടയ്ക്കുന്നു. നവീൻ ബാബുവിനെ കൊന്നു കെട്ടിത്തൂക്കിയതാണ് എന്നതിന് ഇതിൽ പരം എന്ത് തെളിവ് വേണം? മരിച്ച ADM നവീൻ ബാബുവിന്റെ അടിവസ്ത്രത്തിൽ രക്തക്കറ ഉണ്ടായിരുന്നതായി പോലീസ് ഇൻക്വസ്റ്റ് റിപ്പോർട്ടിൽ പറയുന്നു. ഒക്ടോബർ 15 കണ്ണൂർ ടൗൺ പോലീസ് തയ്യാറാക്കിയ ഇൻക്വസ്റ്റ് റിപ്പോർട്ടിലാണ് ഇക്കാര്യമുള്ളത്. എന്നാൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ രക്തക്കറയുടെ പരാമർശങ്ങളില്ല. FIRലും മറ്റു സംശയങ്ങൾ നിരത്തുന്നില്ല. കൃത്യമായ അട്ടിമറിയാണ് നവീൻ ബാബുവിൻ്റെ ദുരൂഹമരണത്തിൽ സംഭവിച്ചിരിക്കുന്നത്. പോസ്റ്റ്മോർട്ടം നടത്തിയതിലും അട്ടിമറി. എന്നാൽ മൃതദേഹ പരിശോധനാ റിപ്പോർട്ടിൽ രക്തക്കറയുടെയോ പരിക്കിൻ്റെയോ പരാമർശങ്ങളില്ല. ദുരൂഹമായ പലതും പുറത്തുവരുന്നു. മൃതദേഹത്തിലുണ്ടായിരുന്ന വസ്ത്രങ്ങൾ മാറ്റിയതിനു ശേഷമാണ് മൃതദേഹ പരിശോധനയ്ക്ക് കൈമാറിയത്. ദേഹം തുടച്ച് വൃത്തിയാക്കിയിരുന്നു. ജോക്കി എന്ന എഴുത്തുള്ളതും ചാരനിറത്തിലുള്ളതുമായ അടിവസ്ത്രമാണ് മരിക്കുമ്പോൾ നവീൻ ബാബു ധരിച്ചിരുന്നത്. അടിവസ്ത്രം രക്തക്കറകളോടുകൂടിയ നിലയിലായിരുന്നു എന്ന് ഇൻക്വസ്റ്റ് റിപ്പോർട്ടിൽ എടുത്തു പറയുന്നു. തുടകൾ, കണങ്കാലുകൾ, പാദങ്ങൾ എന്നിവ സാധാരണ നിലയിലായിരുന്നു. രക്തക്കറകളെക്കുറിച്ച് മറ്റു പരാമർശങ്ങളൊന്നും റിപ്പോർട്ടിലുമില്ല. നവീൻ ബാബുവിന്റെ മരണകാര്യത്തിൽ മറ്റു സംശയങ്ങളില്ല എന്നാണ് FIRൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇൻക്വസ്റ്റ് നടത്തുമ്പോൾ രക്തബന്ധുക്കൾ ആരും സ്ഥലത്തില്ലാത്തതുകൊണ്ട് അവരുടെ മൊഴി രേഖപ്പെടുത്താൻ കഴിഞ്ഞില്ല എന്ന് ഇൻക്വസ്റ്റ് റിപ്പോർട്ടിൽ പറയുന്നു. ഒക്ടോബർ 15 രാവിലെ 10:15 തുടങ്ങി 11:45 ഇൻക്വസ്റ്റ് പൂർത്തിയാക്കി. മരണവിവരമറിഞ്ഞ് പത്തനംതിട്ടയിൽ നിന്ന് കണ്ണൂരിന് തിരിച്ച ബന്ധുക്കൾ 11:50 കണ്ണൂർ പോലീസ് ഡെപ്യൂട്ടി കമ്മീഷണറെ വിളിച്ചപ്പോഴാണ് ഇൻക്വസ്റ്റ് കഴിഞ്ഞ വിവരം പോലും അറിയുന്നത്. മൃതദേഹ പരിശോധന പരിയാരം മെഡിക്കൽ കോളേജിൽ നടത്തുന്നതിനോട് തങ്ങൾക്ക് വിയോജിപ്പുണ്ട് എന്ന് ബന്ധുക്കൾ ജില്ലാ കളക്ടറെ ഫോണിൽ അറിയിച്ചു. പോസ്റ്റ്മോർട്ടം കോഴിക്കോട്ടേക്ക് മാറ്റണമെന്നും പരിയാരം മെഡിക്കൽ കോളേജിൽ വെച്ച് പോസ്റ്റ്മോർട്ടം നടത്തരുത് എന്നും ബന്ധുക്കൾ കളക്ടറെ അറിയിച്ചു. ആരോപണ വിധേയരായ PP ദിവ്യയുടെ ഭർത്താവും കൈക്കൂലി നൽകി എന്ന ആരോപണം ഉന്നയിച്ച പ്രശാന്തനും ജോലി ചെയ്യുന്ന സ്ഥലമായതുകൊണ്ടാണ് പരിയാരം മെഡിക്കൽ കോളേജിൽ വെച്ച് പോസ്റ്റ്മോർട്ടം നടത്തരുത് എന്ന് ബന്ധുക്കൾ ആവശ്യപ്പെട്ടത്. ഇക്കാര്യം കളക്ടറോട് പറയുന്നതാവും ഉചിതമെന്ന് നവീൻ ബാബുവിനോട് അടുപ്പമുള്ളവർ ബന്ധുക്കളോട് നിർദ്ദേശിച്ചു. തുടർന്ന് ജില്ലാ കളക്ടർ അരുൺ K. വിജയനെ ബന്ധുക്കൾ ഫോണിൽ വിളിച്ചു. മൃതദേഹ പരിശോധന തുടങ്ങിയ കാര്യമാണ് അപ്പോൾ കളക്ടർ ബന്ധുക്കളെ അറിയിക്കുന്നത്. ബന്ധുക്കളെ ഫോണിൽ വിളിച്ച് അനുമതി വാങ്ങാതെയാണ് ഇൻക്വസ്റ്റ് നടപടികൾ പോലും ആരംഭിച്ചത്. ഒന്നും പേടിക്കാനില്ല, ഒരു ക്രമക്കേടും ഉണ്ടാകില്ല എന്ന് താൻ ഉറപ്പു തരുന്നുവെന്നാണ് കളക്ടർ ബന്ധുക്കളോട് പറഞ്ഞത്. പോലീസ് സർജനാണ് മൃതദേഹ പരിശോധന ചെയ്യുന്നതെന്നും അദ്ദേഹം ബന്ധുക്കളെ അറിയിച്ചു. നവീൻ ബാബുവിന്റെ സഹോദരൻ അഡ്വക്കേറ്റ് പ്രവീൺ ബാബു, ബന്ധുക്കളായ അഡ്വക്കേറ്റ് അനിൽ P. നായർ, ഹരീഷ്, മലയാലപ്പുഴ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് ജയലാൽ, നാട്ടുകാരായ ഉത്തമൻ, രാജേഷ് എന്നിവരാണ് കണ്ണൂരിലേക്ക് തിരിച്ചത്. അന്ന് കണ്ണൂരിലേക്ക് പത്തനംതിട്ടയിൽ നിന്ന് പോയ ബന്ധു അഡ്വക്കേറ്റ് അനിൽ P. നായർ ഇപ്പോൾ ചില വെളിപ്പെടുത്തലുകൾ നടത്തുന്നു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ സമയമോ മറ്റ് വിവരങ്ങളോ രേഖപ്പെടുത്തിയിരുന്നില്ല എന്നാണ് അനിൽ P. നായർ പറയുന്നത്. പോസ്റ്റ്മോർട്ടത്തിൽ തൂങ്ങി മരണമാണ് എന്ന് പറയുന്നതെങ്കിലും പോലീസിന്റെ ഇൻക്വസ്റ്റ് നടപടികൾ സംബന്ധിച്ച് പോസ്റ്റ്മോർട്ടത്തിൽ ഒന്നും വ്യക്തമാക്കുന്നില്ല എന്ന് അഡ്വക്കേറ്റ് അനിൽ P. നായർ പറയുന്നു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഗുരുതര ക്രമക്കേടുകൾ നടന്നുവെന്നാണ് തങ്ങൾ വിശ്വസിക്കുന്നത് എന്ന് അനിൽ P. നായർ തീർത്തു പറയുന്നു. പരിയാരം മെഡിക്കൽ കോളേജിൽ വെച്ച് പോസ്റ്റ്മോർട്ടം നടത്തരുത് എന്ന് തങ്ങൾ ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ അത് പരിഗണിക്കാതെ പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം നടത്തുകയും തൂങ്ങി മരണമാണ് നവീൻ ബാബുവിൻ്റേത് എന്നവർ വിധി എഴുതുകയും ചെയ്തു. പോലീസിന്റെ ഇൻക്വസ്റ്റ് റിപ്പോർട്ട് പരിശോധിക്കാൻ പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർമാർ തയ്യാറായില്ല. നവീൻ ബാബുവിന്റെ അടിവസ്ത്രത്തിൽ രക്തക്കറയുണ്ടായിരുന്നു എന്ന് ഇൻക്വസ്റ്റിൽ വ്യക്തമായി പറയുന്നുണ്ട്. ശരീരത്തിൽ പരിക്കുകളോ മുറിവുകളോ ഇല്ലാതെ എങ്ങനെ അടിവസ്ത്രത്തിൽ രക്തക്കറ പടരും? ആന്തരികാവയവങ്ങളിൽ രക്തസ്രാവം സംഭവിക്കാനിടയുണ്ട്. എന്നാൽ ഇത് പരിശോധിക്കാൻ ഡോക്ടർമാർ തയ്യാറായില്ല. ആന്തരികാവയവങ്ങൾ രാസപരിശോധനയ്ക്ക് വിധേയമാക്കുകയോ രാസപരിശോധനയ്ക്കായി ആന്തരികാവയവങ്ങൾ സൂക്ഷിക്കുകയോ ചെയ്തില്ല. ഇതിനു പിന്നിൽ സത്യം മൂടിവെക്കാനുള്ള ഗൂഢാലോചന നടന്നുവെന്ന് വ്യക്തം. മറ്റാരുടെയോ സ്വാർത്ഥ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കാനാണ് ആശുപത്രി അധികൃതർ ശ്രമിക്കുന്നത്. രക്തക്കറ പുരണ്ട നവീൻ ബാബുവിന്റെ അടിവസ്ത്രങ്ങൾ പരിശോധനയ്ക്ക് വിധേയമാക്കാത്തതെന്ത് എന്ന ചോദ്യം അഡ്വക്കേറ്റ് അനിൽ P. നായർ ഉയർത്തുന്നു. തൂങ്ങിമരണമെന്ന് പറഞ്ഞ് കേസ് വഴിതിരിച്ചു വിടാനുള്ള ശ്രമങ്ങളാണ് കണ്ണൂരിൽ ഒരു സംഘം നടത്തിയത്. കൃത്യമാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരങ്ങൾ. അത് ദൈവത്തിന്റെ ഇടപെടൽ എന്നിതിനെ വിശേഷിപ്പിക്കേണ്ടി വരും. നവീൻ ബാബുവിന്റെ അടിവസ്ത്രം ചോരയിൽ കുതിർന്നിരുന്നു എന്ന വെളിപ്പെടുത്തലും പോലീസ് ഇൻക്വസ്റ്റ് റിപ്പോർട്ടുമൊക്കെ വിരൽ ചൂണ്ടുന്നത് ഒരു വലിയ കുറ്റകൃത്യത്തിലേക്ക്. നവീൻ ബാബുവിൻ്റെ ആന്തരിക അവയവങ്ങൾക്ക് മർദ്ദനമേറ്റിരുന്നു. ഒരുപക്ഷെ ആ മർദ്ദനമാകാം അദ്ദേഹത്തിൻ്റെ മരണകാരണം.
തുടർന്ന് കൊലപാതകികൾ അദ്ദേഹത്തെ കെട്ടിത്തൂക്കിയതാണ് എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. പ്രതിപ്പട്ടികയിലുള്ളവർ ഏറ്റവും സ്വാധീന ശക്തിയുള്ളവരാണ്. പൊളിറ്റിക്കൽ ക്രിമിനൽ മാഫിയ നവീൻ ബാബുവിൻ്റെ ദുരൂഹഭരണത്തിന് പിന്നിൽ പ്രവർത്തിച്ചിരുന്നു എന്ന സംശയം ബലപ്പെടുത്തുന്നതാണ് ഇപ്പോൾ പുറത്തുവരുന്ന വാർത്തകൾ. നവീൻ ബാബുവിൻ്റേത് ഒരു തൂങ്ങിമരണമാണ് എന്ന് വരുത്തിത്തീർക്കാൻ ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ളവർ നടത്തുന്ന ശ്രമങ്ങളാണ് പിന്നീട് കേരളം നടുക്കത്തോടെ കാണുന്നത്. ഇതേ ജില്ലാ കളക്ടറെ അതേ സ്ഥാനത്ത് തുടരാൻ അനുവദിക്കുന്ന സർക്കാർ. പി ദിവ്യയെ രക്ഷിച്ചെടുക്കാൻ മാത്രമല്ല നവീൻ ബാബുവിൻ്റേത് ഒരു തൂങ്ങിമരണമാണ് എന്ന് ഉറപ്പുവരുത്തുക കൂടി കണ്ണൂർ CPM ലോബിയുടെ ലക്ഷ്യമായിരുന്നു എന്ന് വ്യക്തമാക്കുന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. നവീൻ ബാബുവിൻ്റെ മൃതദേഹവുമായി അന്ന് കണ്ണൂരിൽ നിന്ന് തിരിച്ച ജില്ലാ കളക്ടർ അടക്കമുള്ള സംഘം പത്തനംതിട്ടയിലേക്ക് കുതിച്ചെത്തുകയും തുടർന്ന് പത്തനംതിട്ട CPMൻ്റെ നേതൃത്വത്തിൽ മൃതദേഹം പെട്ടെന്ന് ദഹിപ്പിക്കുകയും ചെയ്തു. എല്ലാ തെളിവുകളും ഇല്ലാതാക്കി എന്നീ സംഘം ഉറപ്പുവരുത്തി. എന്തുകൊണ്ട് നവീൻ ബാബുവിൻ്റെ ആന്തരികാവയവങ്ങൾ അവർ പരിശോധനയ്ക്ക് അയച്ചില്ല? പരിശോധനയ്ക്കായി ആന്തരികാവയവങ്ങൾ സൂക്ഷിച്ചില്ല? ഗുരുതരമായ ചോദ്യങ്ങളാണ് ഉയരുന്നത്. ഇതിനിടയിൽ കേരളത്തിൻ്റെ ഹൈക്കോടതിയെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ശക്തമായ ശ്രമങ്ങൾ മറുവശത്ത് തുടരുന്നു. പോലീസ് അന്വേഷണ സംഘവും പ്രോസിക്യൂഷനും സർക്കാരുമൊക്കെ ശക്തമായ നിലപാടുകൾ തുടരുമ്പോൾ ഒരു കാര്യം വ്യക്തമാവുകയാണ്: നവീൻ ബാബുവിൻ്റെ കൊലപാതകത്തിന് പിന്നിൽ അത്ര ചില്ലറക്കാരല്ല. കോടതിയിൽ നൽകിയ സത്യവാങ്മൂലത്തിൽ പോലീസ് പറയുന്ന കാര്യങ്ങൾ മറ്റു ചിലതാണ്. ഒക്ടോബർ 15 രാവിലെ 10:45-നും 11:45-നും ഇടയിലാണ് ഇൻക്വസ്റ്റ് നടത്തിയത്. എന്നാൽ ഇൻക്വസ്റ്റ് നടത്തിയപ്പോൾ അടിവസ്ത്രത്തിൽ രക്തക്കറയുണ്ടായിരുന്നു എന്ന വിവരം ഹൈക്കോടതിയിൽ നൽകിയ സത്യവാങ്മൂലത്തിൽ മറച്ചുവെച്ചു. 15-ാം തീയതി രാത്രി 11 മണിയോടെയാണ് നവീൻ ബാബുവിൻ്റെ ബന്ധുക്കൾ കണ്ണൂരിലെത്തിയത്. ബന്ധുക്കൾ എത്തുന്നതുവരെ പോസ്റ്റ്മോർട്ടത്തിനായി കാത്തിരിക്കാൻ നടപടിക്രമങ്ങൾ അനുവദിക്കുന്നില്ല എന്നാണ് പോലീസ് സത്യവാങ്മൂലത്തിലൂടെ ഹൈക്കോടതിയിൽ പറഞ്ഞത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ ചില കണ്ടെത്തലുകൾ മറ്റു സംശയങ്ങൾക്കിടവരുത്തുന്നു. നവീൻ ബാബുവിൻ്റെ ചുണ്ടിന് നീല നിറമായിരുന്നു. പല്ലുകൾക്കും മോണകൾക്കും പക്ഷെ കേടില്ല. നാവ് കടിച്ചിരുന്നു. വിരലിലെ നഖങ്ങൾക്ക് നീല നിറമായിരുന്നു. എന്തുകൊണ്ട് തൂങ്ങിമരിച്ച നവീൻ ബാബുവിൻ്റെ ചുണ്ടിനും വിരലുകൾക്കുമൊക്കെ നീല നിറം പടർന്നു? വയറും മൂത്രാശയവുമൊക്കെ പൂർണ്ണമായി ശൂന്യമായിരുന്നുവെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത്. നവീൻ ബാബുവിനെ ഒരു സംഘം കൊലയാളികൾ അതിക്രൂരമായി കൊലപ്പെടുത്തിയതാണ് എന്ന് സംശയിക്കുന്ന തെളിവുകൾ ശക്തമാകുന്നു. ആന്തരിക അവയവങ്ങൾക്കേറ്റ മുറിവ് തന്നെയാവും അദ്ദേഹത്തിൻ്റെ മരണത്തിന് പിന്നിൽ. നിരപരാധിയായ അദ്ദേഹത്തെ ആദ്യം കൈക്കൂലിക്കാരൻ എന്ന് പറഞ്ഞ് അധിക്ഷേപിക്കുന്ന പി ദിവ്യ തൻ്റെ അധിക്ഷേപ പ്രസംഗത്തിൽ നവീൻ ബാബുവിന് വിധിച്ചത് സിവിൽ ഡെത്ത് തന്നെ. തുടർന്ന് അന്ന് രാത്രി നവീൻ ബാബുവിന് എന്തു സംഭവിച്ചു എന്നതിനെക്കുറിച്ച് ഇപ്പോഴും വ്യക്തത വരുന്നില്ല പോലീസ് അന്വേഷണത്തിൽ. ഡിസംബർ 12-ാം തീയതി കേസ് ഡയറി ഹൈക്കോടതിക്ക് മുൻപാകെ ഹാജരാക്കുമെന്നാണ് പോലീസ് അന്വേഷണ സംഘം പറയുന്നത്. എന്നാൽ അതിനു മുൻപ് തന്നെ ദൈവത്തിൻ്റെ ഇടപെടലുകൾ ശക്തമാക്കുന്നു. നവീൻ ബാബുവിൻ്റേത് ഒരു കൊലപാതകമാണ് എന്നുറപ്പിക്കുന്ന തെളിവുകളാണ് കേരളത്തിൻ്റെ മുന്നിലേക്ക് വരുന്നത്. ഏറെ നടുക്കത്തോടെയാണ് ഈ വാർത്തകൾ മലയാളികൾ കേൾക്കുന്നതും. എന്തുകൊണ്ട് CBI അന്വേഷണം ഏറ്റെടുക്കണമെന്ന് നവീൻ ബാബുവിൻ്റെ കുടുംബം ആവശ്യപ്പെടുന്നു എന്നതിൻ്റെ കൃത്യമായ ഉത്തരമാണ് നമുക്ക് മുന്നിലുള്ളത്. നവീൻ ബാബുവിൻ്റെ ഇൻക്വസ്റ്റ് നടപടികൾക്ക് നേതൃത്വം നൽകിയതാരാണ്? ഒരു കൂട്ടം ആളുകൾ നവീൻ ബാബുവിനെ കൊലപ്പെടുത്തുന്നു. അവർ തന്നെ ഇൻക്വസ്റ്റും പോസ്റ്റ്മോർട്ടവും ഒക്കെ സംഘടിപ്പിക്കുന്നു. പോസ്റ്റ്മോർട്ടത്തിൽ അട്ടിമറി നടന്നുവെന്ന് നവീൻ ബാബുവിൻ്റെ ബന്ധു തന്നെ ആരോപണമുന്നയിക്കുന്നു. കൊലപാതകമെന്ന സംശയത്തിൽ ഉറച്ചു തന്നെയാണ് നവീൻ ബാബുവിൻ്റെ ഭാര്യ ഹൈക്കോടതിക്ക് മുൻപിൽ നിൽക്കുന്നത്. ഹൈക്കോടതി CBIയോട് നിലപാട് ആരാഞ്ഞപ്പോൾ CBI അന്വേഷിക്കാൻ തയ്യാറാണ് എന്ന നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നു. അപ്പോഴും സർക്കാർ ഭയപ്പെടുന്നത് എന്താണ്? അതെ, CBIക്ക് മുന്നിൽ വിലപ്പെട്ട പല തെളിവുകളും എത്തിയിട്ടുണ്ടാവാം. നവീൻ ബാബുവിൻ്റേത് ഒരു കൊലപാതകമെന്ന് ഉറപ്പിച്ചുകൊണ്ട് തന്നെയാണ് ആ കേസ് അന്വേഷിക്കാൻ തങ്ങൾ തയ്യാറാണ് എന്ന നിലപാട് CBI ഹൈക്കോടതിയിൽ വ്യക്തമാക്കിയത്. CBI അന്വേഷണം ഏറ്റെടുത്താൽ ഈ ക്രൂര കൊലപാതകത്തിൻ്റെ മുഴുവൻ വിവരങ്ങളും പുറത്തുവരും എന്ന് ഭയപ്പെടുന്നു സർക്കാരും പാർട്ടിയുമൊക്കെ. CBI അന്വേഷണം ആവശ്യമില്ല എന്നാവശ്യപ്പെട്ടുകൊണ്ട് ആദ്യം കളത്തിലിറങ്ങിയത് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനാണ്. പി ദിവ്യയെ രക്ഷിക്കുക മാത്രമല്ല, നവീൻ ബാബുവിൻ്റെ കൊലപാതകത്തിൽ മറ്റു പലതും പാർട്ടി ഭയക്കുന്നു. വരും ദിവസങ്ങളിൽ വലിയ സ്ഫോടനാത്മകമായ പല രംഗങ്ങൾക്കും ഇനി സാക്ഷ്യം വഹിക്കേണ്ടി വരും കേരളം. കാരണം നിഷ്ഠൂരമായ ഈ കൊലപാതകത്തിൻ്റെ ചുരുൾ നിവരേണ്ടിയിരിക്കുന്നു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്.